കണ്ണൂരിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. RPF ഉദ്യോഗസ്ഥനായ ശശിധരനാണ് ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ റെയിൽവേ താൽക്കാലിക ഉദ്യോഗസ്ഥനായ ധനേഷ് എന്നയാളെ പിടികൂടിയിട്ടുമുണ്ട്. വിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. ഇന്നലെ രാത്രി 11:45 ഈ സംഭവം. നമ്മുടെ RPFിലെ ഒരു ശശിധരൻ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി ചെയ്യവേ ഇയാൾ വളരെ മോശമായിട്ട് അയാൾ പെരുമാറി. അയാൾ ലേഡീസിൻ്റെ വെയിറ്റിംഗ് റൂമിന് മുന്നിൽ ഈ പ്രതി എന്ന് പറഞ്ഞ ആൾ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ അയാളെ ബാഗും ഫോണും കുറച്ച് ദൂരെയായിരുന്നു. അപ്പം ഈ നമ്മൾ RPFിലെ അവർ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഇയാളോട് പറഞ്ഞ് നിങ്ങളുടെ ബാഗും ഫോണും എടുത്ത് വെക്ക്, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളെ യാതൊരു പ്രകോപനമില്ലാതെ ഈ നമ്മുടെ RPFിൻ്റെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനുണ്ടായത്. കയ്യേറ്റം ചെയ്യുക മാത്രമല്ല, യൂണിഫോം വലിച്ചു കീറി അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു, പോരാത്തത് കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. സംഭവം നടക്കുമ്പോൾ നമ്മളും ഒക്കെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഞങ്ങളെ ഓടിയെത്തി. പക്ഷേ പ്രതി നല്ല അക്രമാസക്തനായിരുന്നു. ഞങ്ങൾ കീഴ്പ്പെടുത്തി ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അങ്ങനെ കൈയോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വിജേഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകും. വിജേഷ്, ഈ ആക്രമിച്ച ധനേഷും റെയിൽവേ ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതെ, റെയിൽവേ ഉദ്യോഗസ്ഥൻ എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്ഥിരീകരണം. കാരണം കാസർഗോഡ് ഉപ്പള റെയിൽവേ ഗേറ്റിലെ ഗേറ്റ് കീപ്പറാണ് അദ്ദേഹം. മമ്പറം സ്വദേശിയാണ്. ധനേഷ് എന്നാണ് പേര്. നേരത്തെ സൈനികനായിരുന്നു. സൈനിക ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് റെയിൽവേയിലെ താൽക്കാലിക ജീവനക്കാരനായി ധനേഷ് ചുമതലയേറ്റത്. അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഇന്നലെ ഇദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള ലേഡീസ് വെയിറ്റിംഗ് റൂമിന്റെ മുന്നിലായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. ഈ ഘട്ടത്തിലാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇയാളെ പരിശോധന നടത്തിയത്. ഇയാളുടെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ബാഗും ഇയാൾ കിടക്കുന്നിടത്ത് കുറച്ച് മാറി കിടപ്പുണ്ടായിരുന്നു. അത് എടുക്കണം എന്ന് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ പറഞ്ഞപ്പോഴാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിച്ചു എന്നുള്ളതാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ശശിധരന്റെ കൈക്ക് കടിച്ചു മുറിവേൽപ്പിക്കുകയും അതുപോലെ തന്നെ ബോഡി ക്യാമറ ഉണ്ടായിരുന്നു. ആ ബോഡി ക്യാമറ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള കുറ്റമാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വർക്കലയിലുണ്ടായ സംഭവം റെയിൽവേ ട്രെയിനിനകത്തുണ്ടായ സുരക്ഷാ വീഴ്ചയാണ്. ഇതിപ്പോൾ സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. അതും ഒരു റെയിൽവേയിലെ താൽക്കാലിക ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിഷയം. ഏതായാലും ഇന്നലെ തന്നെ ധനേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയങ്ങൾക്കകം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ജിൽസി. വിജേഷ് ഗോവിന്ദനാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.